ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽ സമയം വളരെ സന്തോഷത്തോടും സമാധാനം വളരെ പ്രത്യാശയോടെ നമ്മൾ ദൈവത്തിലായിരിക്കാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പഴയ ഉടമ്പടി പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 37, 38, 39, 40 തിരുവചനം പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. അതിന് 7 ദീപമുണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തണം. അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ആയിരിക്കണം. അതും ഈ ഉപകരണങ്ങൾ ഒക്കെയും 1 താലന്ത് തങ്കം കൊണ്ട് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രം നല്ല പിതാവ് നല്ല വചനം തന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീർക്കണം. അവിടെ ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 50-ൽ പരം അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കുവാൻ സാധിക്കും. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തെ പ്രകാശിപ്പിക്കുന്നത് സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളുടെ പ്രകാശം, നാച്ചുറൽ വെളിച്ചമാണ്. വിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിക്കുന്നത് 7 കവരകളുള്ള 35 കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ചതും 4300 പവൻ തങ്കം കൊണ്ട് കൈപ്പണിയായി നിർമ്മിച്ച തങ്ക നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശമാണ്. അപ്പോൾ തന്നെ അതിവിശുദ്ധ സ്ഥലത്തെ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഷക്കീന, ഗ്ലോറി, അല്ല ദൈവത്തിൻ്റെ തേജസ്സ. പ്രാകാരം ലോകത്തിനും വിശുദ്ധ സ്ഥലം സഭയ്ക്കും അതിവിശുദ്ധ സ്ഥലം നിത്യതയ്ക്കും നിഴലായി നിൽക്കുമ്പോൾ, വിശുദ്ധ സ്ഥലമായ സഭയ്ക്ക് നിഴലായി നിൽക്കുന്ന വിശുദ്ധ സ്ഥലത്ത് പ്രകാശിക്കുന്ന നിലവിളക്ക്, അതിനെക്കുറിച്ച് പറയുന്നു. അതെന്ത് വേണം? നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, കെടാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടും ഇടിച്ചെടുത്ത ഒലിവിൻ്റെ തെളിഞ്ഞ എണ്ണ കൊണ്ടുവരാൻ അവരോട് ആഹ്വാനം ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് അതൊഴിച്ച് എന്ത് വേണം? എപ്പോഴും നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ നമുക്കറിയാം, ഈ നിലവിളക്ക് അല്ലെങ്കിൽ ഈ തങ്ക നിലവിളക്ക് കെട്ടുപോകാൻ പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ടും 48 പലകകളാൽ പണിതിരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് ചേർത്ത് പണിതിരിക്കുന്ന ആ പലകളിൽ ഒരെണ്ണം ഇളകിപ്പോയി കഴിഞ്ഞാൽ അതിലൂടെ എന്ത് സംഭവിക്കും? മരുഭൂമിയിലെ ചൂടേറിയ കാറ്റ് കടന്നു ചെന്നിട്ട് ഈ നിലവിളക്ക് കെടുത്തിക്കളയാം. ഇത് നമ്മുടെ സഭയുടെ ഐക്യത്തെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പതറിപ്പോകുമ്പോൾ, നമ്മുടെ പ്രത്യാശ മാറിപ്പോകുമ്പോൾ, നമ്മുടെ ദർശനങ്ങൾക്ക് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിലൂടെ ലോകം, ജഡം, പിശാച്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പാപം കടന്നു വന്നിട്ട് നമ്മളിലെ നിലവിളക്ക് നമ്മുടെ നിലവിളക്കിൻ്റെ പ്രകാശം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഓരോ ദൈവമക്കളും എന്ത് ചെയ്യണം? അങ്ങനെ ആ വിശ്വാസത്തിൽ പതറിപ്പോകാതെ, പ്രത്യാശയിൽ ഭംഗം വരാതെ, ദർശനം മാറിപ്പോകാതെ നമ്മളതിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് വിളക്ക് കെടുവാനുള്ള സാധ്യതയുള്ളത് വിളക്കിൽ എണ്ണ പറ്റിപ്പോകുമ്പോഴാണ്. 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞു. അതിൽ 5 പേര് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? വിളക്കിനോടുകൂടെ എണ്ണയെടുത്തു. 5 പേര് എണ്ണയെടുത്തില്ല. മണവാളൻ വരുവാൻ താമസിച്ചപ്പോൾ വിളക്കിൽ എണ്ണ പറ്റുവാനും 5 പേരുടെ വിളക്കിൽ എണ്ണ പറ്റുവാനും അത് കെടുവാനും തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ എണ്ണ ശേഖരിക്കുവാൻ വേണ്ടി മാർക്കറ്റിൽ അല്ലെങ്കിൽ കടയിലേക്ക് പോയപ്പോൾ മണവാളൻ വരികയും എണ്ണ ശേഖരിച്ച് മണവാളനോടുകൂടി മണിയറയിൽ കടക്കുവാനും ഇടയായിത്തീർന്നു. മറ്റുള്ളവർ പ്രവേശിക്കാൻ പറ്റിയില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുവാൻ ഇടയായിത്തീർന്നു. വചനം പറയുന്നു, അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവെന്ന അച്ചാര ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു എന്ന്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ കുറയുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ കുറയുമ്പോഴും, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ കുറയുമ്പോഴും, ആത്മീയ ഫലങ്ങളും ആത്മീയ വരങ്ങളും നമ്മളിൽ കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിലെ നിലവിളക്ക് അല്ലെങ്കിൽ ആ തങ്ക നിലവിളക്ക് അതിൻ്റെ പ്രകാശം മങ്ങിപ്പോവാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുന്നു,
നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലുള്ള ആത്മനിർവ്വ കുറഞ്ഞു പോകാതെ, ആത്മശക്തി കുറഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് നിലവിളക്ക് കെട്ടുപോകാനുള്ള സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ്? കരിന്തിരി കത്തുമ്പോൾ. വിളക്ക് കരിന്തിരി കത്തുമെന്നറിയാവുന്ന ദൈവം മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഈ തങ്ക നിലവിളക്കിനോടുകൂടി തങ്കം കൊണ്ട് ഒരു ചവണ അല്ല കത്രികയും ഈ കരിന്തിരി മുറിച്ച് സൂക്ഷിക്കുവാൻ വേണ്ടി തങ്ക പാത്രങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ, അല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ വന്നിരിക്കുമ്പോൾ, മീറ്റിങ്ങുകൾ വന്നിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, മറ്റുള്ളവർ ആരാധിക്കുന്ന പോലെ ആരാധിക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന പോലെ പ്രബോധിപ്പിക്കാൻ പറ്റാതെ, നമ്മൾ ആത്മാവിൽ പാടുവാൻ സാധിക്കാതെ, നമുക്ക് സാക്ഷ്യം പറയാവുന്ന രീതിയിൽ നമ്മൾ ശാരീരികവും മാനസികവും ആത്മീയമായിട്ട് തളർന്നിരിക്കുമ്പോൾ വചനം പറയുന്നു, 2 or 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനവിടെ മധ്യത്തിൽ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവാകുന്ന മഹാപുരോഹിതൻ. അവൻ്റെ പ്രത്യേകത എന്താ? മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സമമായ കാലുള്ളവൻ, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ, ഇരുവായത്തിലുള്ള വാളാകുന്ന വചനവുമായിട്ട് നമ്മുടെ ആരാധനയുടെ നടുവിലേക്ക്, നമ്മുടെ സഭായോഗത്തിൻ്റെ നടുവിലേക്ക്, 2 or 3 പേരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തും ഓരോരുത്തരുടെ അടുക്കൽ ചെന്നിട്ട്, എന്ന് വെച്ചാൽ ഈ മഹാപുരോഹിതൻ ഇറങ്ങി വരുന്നത് നമ്മുടെ അന്യഭാഷ കേൾക്കാനോ നമ്മുടെ തുള്ളലും ചാട്ടവും പാട്ടും ഒക്കെ കേട്ട് രസിച്ച് പോകാനല്ല. നമ്മുടെ കർത്താവ് തീക്ഷ്ണതയുള്ള ദൈവമാണ്, നമ്മുടെ മഹാപുരോഹിതൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അപ്പോഴത്തെ സ്ട്രോങ് ക്യാരക്ടറാണ്. അവൻ ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും? ഓരോ കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായാധിക്യമുള്ളവരുടെ അടുക്കൽ പോലും കടന്നു ചെന്നിട്ട് ഓരോരുത്തരുടെ അവസ്ഥ മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് അവന് പ്രകാശിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് അവന് പാടാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കി, എന്താണ് അവൻ്റെ കുറവ്, എന്തുകൊണ്ടാണ് മങ്ങിക്കത്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കരിന്തിരിയെല്ലാം ഇരുവായത്തിലുള്ള വാളാകുന്ന വചനം, ഇരുവായത്തിലുള്ള വാളാകുന്ന വചനമെന്ന് പറയുന്ന കത്രികയ്ക്ക് മാത്രമേ ഇരുവായത്തിലുള്ളൂ. അതുകൊണ്ട് ആ ചവണയുണ്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്തും പഴയ പോലെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഒരു കർത്തൃദാസൻ അല്ലെങ്കിൽ ഒരു പ്രസംഗികൻ സഭയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ 1000 പേര് സഭയിലുണ്ടെങ്കിൽ അത് 1000 പേർക്ക് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ആ സഭ പ്രവർത്തിക്കുന്ന ആ വചനം അവരിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധി മറ്റും വേർതിരിയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാവുന്നു. അപ്പം നമ്മുടെ ദേഹം ദേഹി ആത്മാവിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായ്ത്തലെ വാളാകുന്ന വചനം ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്തും അതിനെ വേർപിടിക്കും പോലെ തുളച്ച് ചെന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളും വേദനകളും ചിന്തനങ്ങളും ഭാവങ്ങളൊക്കെ വിവേചിച്ച് നമ്മെ ശക്തീകരിക്കുന്ന, നമുക്ക് പ്രകാശം തരുന്ന ആ കർത്താവിൻ്റെ വചനവുമായിട്ട് നമ്മുടെ മഹാപുരോഹിതൻ ഇറങ്ങി വരും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മളെ കരിന്തിരി കത്തുന്ന അവസ്ഥ മാറ്റി നമ്മളെ പ്രകാശിപ്പിക്കാറാക്കും. ഇനി നമുക്കറിയാം കരിന്തിരി കത്തുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി ഒരിക്കൽ കത്തി ജ്വലിച്ച്, അല്ലെ വചനത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കത്തി ജ്വലിച്ച അനേക വിശുദ്ധന്മാരുണ്ട്. പഴയ ഉടമ്പടി മുതൽ പുതിയ ഉടമ്പടി വരെയുള്ള സകല വിശുദ്ധന്മാരെ ഒരിക്കലും അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം മറന്നു കളയാതെ എന്ത് ചെയ്യും? അവർ മങ്ങുമ്പോൾ, അല്ലെ അവർ പ്രായാധിക്യം കൊണ്ട് വേണ്ട രീതിയിൽ പ്രകാശിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? മഹാപുരോഹിതൻ ചെന്ന് ആ കരിന്തിരി കട്ട് ചെയ്ത് കൈകൊണ്ട് തൊടാൻ പാടില്ല, ആ ചവണ കൊണ്ട് ചവണ കൊണ്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ തങ്കപാത്രങ്ങളിൽ സൂക്ഷിക്കും. 116-ാം സങ്കീർത്തനം 15-ാം വാക്കിലേക്ക് അവിടെ നാം വായിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. മോശ ദൈവത്തിന് വേണ്ടി നിന്നും മോശയോട് ദൈവം അഭിമുഖമായി സമ്പാദിച്ച അല്ലെങ്കിൽ അഭിമുഖമായി സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായില്ല. അതുപോലെ ഇസ്രായേലിന് ജനത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി മോശ നിന്നും. അതുകൊണ്ട് എന്ത് ചെയ്തു? ലോകത്തിൽ ഒരേ ഒരു മനുഷ്യനെ ദൈവം അടക്കിയിട്ടുള്ളത് അത് മോശയെ മാത്രമാണ്. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, എന്നാൽ ദൈവം ഹനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഏലിയാവ് ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിന്നും, അതുകൊണ്ട് ഏലിയാവിനെ എന്ത് ചെയ്തു? അഗ്നിമയ രഥത്തിലും അശ്വരഥത്തിൽ എടുക്കപ്പെടുവാനിടയായിത്തീർന്നു. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോഴും അനേക വിശുദ്ധന്മാരുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുക.
കാരണം എന്താ? അവരെയൊന്നും ദൈവം മറന്നു കളയുന്നില്ല. എബ്രായ ലേഖനം 6-10 വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളെ നല്ല പ്രവൃത്തികളെ ഒരിക്കലും ദൈവം മറന്നു കളയാൻ അനീതിയുള്ളവനല്ല എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. നമ്മെ ദൈവം ന്യായം വിധിക്കുന്നത് ഓർമ്മയുടെ പുസ്തകം, സുവിശേഷം, അപ്പോൾ തന്നെ ജീവൻ്റെ പുസ്തകം വെച്ചാൽ. അതിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ സകല പ്രവൃത്തികളും, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്ത സകല പ്രവൃത്തികളും ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടാണ് ആ അന്ത്യന്യായവിധിയിൽ നമ്മെ ന്യായം വിധിക്കുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരുടെ പ്രവൃത്തി തക്കവണ്ണം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തി തക്കവണ്ണം കൊടുക്കുന്ന. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ദൈവം ഒരിക്കലും തൻ്റെ ഭക്തന്മാരെ മറന്നു കളയുന്ന, തൻ്റെ പ്രവൃത്തികളെ മറന്നു കളയുന്ന ഒരു അനീതിയുള്ള ദൈവമല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കരിന്തിരി കത്തുന്ന വേളയിലും ദൈവം അവരെ കൈ തൊടാതെ കട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെ ആണെങ്കിലും ഏലി പുരോഹിതൻ്റെ കാലത്ത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്നു വിളക്ക് കെട്ടുപോകലെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏലി പുരോഹിതൻ്റെ കാലത്ത് വിളക്ക് മങ്ങിക്കത്തുവാൻ, ദേവാലയത്തിലെ വിളക്ക് മങ്ങിക്കത്തുവാൻ അല്ലെങ്കിൽ കെടാൻ പോകുന്ന അവസ്ഥയായി. ഹന്ന പെനീനയുടെ മുമ്പിൽ ഒരു കുഞ്ഞുണ്ടായി, അവളും ഈ തല ഉയർത്തി വെക്കണം, അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും മതിയെന്നൊക്കെ വിചാരിച്ചിരുന്ന. എന്നാൽ ആലയത്തിലേക്ക് വന്ന് താൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആലയത്തിലെ വിളക്ക് മങ്ങിക്കത്തുന്ന കണ്ടപ്പോഴും ഹന്നയുടെ പ്രാർത്ഥനയുടെ നിലവാരം മാറി. അവൾ ദൈവസനയിൽ ഹൃദയം പകർന്ന് പറഞ്ഞതെന്താ? നീ എനിക്കൊരു പുരുഷപ്രജയെ അല്ലെ ആൺപ്രജയെ തന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ നിൻ്റെ ദേവാലയത്തിലേക്ക് നിവേദിക്കും, അവൻ ആലയത്തിലെ വിളക്ക് കെടാതെ സൂക്ഷിക്കും. കാരണം എന്താ? മഹാപുരോഹിതനായ ഏലി പുരോഹിതൻ്റെ കണ്ണു മങ്ങി, കാഴ്ചപ്പാട് മങ്ങി, മക്കൾ തലതിരിഞ്ഞു പോയി. അതുകൊണ്ട് ആലയത്തിലെ വിളക്ക് കെടുവാനിടയായിരുന്നു. അങ്ങനെ ആ ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ദൈവം ശൗമേൽ ബാലനെ കൊടുത്തു. ആലയത്തിലെ വിളക്ക് കെടാത്ത രീതിയിൽ ശമൂവേൽ അതിനെ സൂക്ഷിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഭവനത്തിൽ അസമയത്ത് ഒരു വിളക്ക് കത്തിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ആരും ഉറങ്ങാതെ ഉണർന്നിരിക്കുവാണെന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കും. ഭർത്താവ് പറഞ്ഞ്, ഞാൻ ഏത് സമയത്ത് വരുമെന്ന് അറിയാകിയാൽ നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചു വിരിക്കണം. ഞാൻ കള്ളനെ പോലെ വരുമെന്നൊക്കെ വേദപുസ്തകം നമ്മൾ കാണുമ്പോൾ എന്ത് ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ ഉണർന്നും പ്രാർത്ഥിച്ച് ഇരിക്കുന്ന വേളയിൽ ഇങ്ങനെ വിളക്ക് കത്തിരിക്കുന്ന ഒരു ഭവനത്തിലെ ആൾക്കാർ എന്താണ് ഒരുവനെ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ആരെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? നമ്മൾ തെസ്സലോനിക്കർ 4:16 വാക്യങ്ങൾ വായിക്കുമ്പം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് അവനെതിരെ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള വചനപ്രകാരം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്ന്, നമുക്ക് വേണ്ടി മറുവിലയായി തന്നു, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തി സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയായി നമ്മെ രക്ഷിച്ച ആ കർത്താവ് സഭയെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. അതിനുവേണ്ടിയാണ് കാത്തിരിക്കാൻ പറയുന്നത്. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കുക. ആ വരവിൽ നമ്മൾ കൈവിട്ടു പോയാൽ, നമ്മൾ ഏത് വലിയ വിശ്വാസിയാണെങ്കിലും ഏത് വലിയ പ്രവർത്തനം നടത്തിയവനായാലും ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ പ്രകാശം മങ്ങാത്ത രീതിയിൽ, കെട്ടുപോകാത്ത രീതിയിൽ, എണ്ണ പറ്റിപ്പോകാത്ത രീതിയിൽ, കരിന്തിരി കത്താത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാം. അതിനായി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരായി നിൽക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.